അപ്പൊ എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാ പ്രേക്ഷകരോടും എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് എല്ലാവരും മിസ്സാക്കാണ്ട് കാണാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ഇലക്ഷന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് പാർട്ടിയില്ല, ഒന്നുമില്ല, കണ്ട കാര്യം ആർക്കും പറയാം, അത്ര ഉള്ളട്ടാ. അതിന്റെ പേരില് ഞങ്ങൾക്ക് എല്ലാ പാർട്ടി ഞങ്ങളെ കൂടെയാണ്. ഞങ്ങൾക്ക് എല്ലാ പാർട്ടിയും ഉണ്ട്. എന്നാ ഒരൊറ്റ പാർട്ടി ആയിട്ടില്ല. ഇനി അത് പറഞ്ഞ ആരും വിമർശിക്കണ്ട. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇത്രയും ദിവസവും ഇലക്ഷൻ റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ ഇപ്പോ അത് പിണറായി വിജയൻ സാറിന്റെ സ്ഥാനം ഒഴിവാക്കി ആ കസാര അവിടെ ഒഴിഞ്ഞു കിടക്കാണ്. ആ കസാരയിൽ നമ്മളെ UDF കയറാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇത്രയും അവസരം കിട്ടിയിട്ടും അവിടെ കസാരക്കളിയാണ് അവിടെ നടക്കുന്നത്. അതെന്താന്ന് വെച്ചാല് ഇങ്ങനെ ഓട്ടോട്ടക്കളി, കസാര മൂന്നാളും കൂടെ ഇങ്ങനെ ഓടുന്നു കിടന്നിട്ട് ആരിയ്ക്കും കസാരയില്, ആരിയ്ക്കും കസാരയില്, ദേ ഞാനിരുന്നു കസാരയില്. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ആർക്കാണ് മോളെ സ്ഥാനം വേണ്ടത്? ആ കസാരയുടെ സ്ഥാനം ആർക്കാ കൊടുക്കണ്ടേ? എന്റെ ഇഷ്ടത്തിന് ഇപ്പൊ പറയുകയാണെങ്കിൽ മൂന്നാളുണ്ട്. മൂന്നാളാരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് VD സതീശനുണ്ട്, KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തല ഉണ്ട്. സാറിനോ മാമന്മാരുന്നൊന്നും വിളിക്കാത്തത് പേര് കറക്റ്റ് ആയിട്ട് പറയേണ്ടത് കൊണ്ടാണ്. ഇതില് VD സതീശനും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അത്യാവശ്യം രീതിയിൽ ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, ഞാൻ ഇപ്പൊ പറയട്ടെ. VD സതീശൻ സാർ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാ ഇത്രയും വോട്ട് ഈ UDF കിട്ടി എന്നുള്ളൊരു ഇതിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. എന്നുവെച്ചാല് ഈ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അങ്ങോര് ഇതില് UDF ഈ പ്രാവശ്യം ജയിച്ചിട്ടില്ലെങ്കിൽ അങ്ങോരൊരു വാഗ്ദാനം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുമെന്ന് ആള് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ വാർത്തയെ കേട്ടിരുന്നു. അങ്ങോരെന്ന് പറയണത് അങ്ങേര് അല്ലെങ്കിൽ അദ്ദേഹം എന്നുള്ളൊരു രീതിക്കാണ്. ഞങ്ങളെ ഭാഷ മിക്കപ്പോഴും ഇങ്ങനത്തെ ഒരു ഭാഷയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. വാഗ്ദാനം എന്ന് പറയാൻ പറ്റില്ല, വാഗ്ദാനം അല്ലായിരുന്നത്, ഒരു ഉറച്ചൊരു തീരുമാനം പോലെ ഇരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാഷ്ട്രീയം ഈ UDF ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ കാരണക്കാരൻ തന്നെ VD സതീശൻ സാർ തന്നെയാണ്. കാരണം വാർത്തയിലും ന്യൂസ് ചാനലുകളിലും മിക്കതിലും സോഷ്യൽ മീഡിയ അടക്കം എല്ലായിടത്തും നമ്മുടെ ന്യൂസ് പേപ്പറിൽ പോലും കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ മാമ പറഞ്ഞ കൂടി ഒരു അറിവാണ് എനിക്ക് ഇതെല്ലാം കൂടി നോക്കിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ UDF 100% വോട്ട് കുറവാണെങ്കിൽ, അഥവാ പോളിംഗ് ബൂത്തിൽ 100% സീറ്റ് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. എന്താണ് രാഷ്ട്രീയ വനവാസം? ഇത്രയും ഉറച്ച തീരുമാനം എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ തോറ്റു കഴിഞ്ഞാല് അദ്ദേഹം പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തോറ്റിട്ട് നിങ്ങൾ പോയേനെ. ഇതിപ്പോ 102% ആണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പൊ പിന്നെ പോണ്ട കാര്യമില്ലല്ലോ. അതാണ് അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ വോട്ട് 100% കുറവാണ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം അത് പോയേനെ. രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് വനവാസം, ജീവിതകാലം മുഴുവൻ വനവാസത്തിന് പോകുന്നതാണ്. നമ്മുടെ ശ്രീരാമൻ വനവാസത്തിന് പോയിട്ടുണ്ടായില്ലേ, അതുപോലെ തന്നെ. ബാക്കി ഉമ്മച്ചനെ പറഞ്ഞോ. അപ്പൊ എന്റെ മോള് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ല. അവള് പറഞ്ഞത് കറക്റ്റാണ്. VD സതീശൻ സാറിനാണ് ഇതിന് യോഗ്യത, ഈ കസാരക്ക് യോഗ്യത എടുക്കണത്. പിന്നെ ഒരാളും കസാരക്കളി കളിച്ച് മൂക്കുത്തി വീഴേണ്ട ആവശ്യമില്ല. അത് അങ്ങോരിക്കാണ് അതിന്റെ സ്ഥാനം കെടുക്കണത്. അല്ലാന്നുള്ള പ്രേക്ഷകർ വന്ന് പറയട്ടെ, കമന്റ് ബോക്സിൽ വന്നിട്ടൊക്കെ വീണ് കിടന്ന് തലകുത്തി മറിഞ്ഞ് പറയട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉമ്മച്ചി പറഞ്ഞത് അദ്ദേഹത്തിനാണ് യോഗ്യത എന്നാണ്. യോഗ്യത അവിടെ ഉള്ള 3 പേർക്കും യോഗ്യത ഉണ്ട്. യോഗ്യത ആർക്കും
രണ്ടുപേർക്ക് ഇല്ലാന്നല്ല പറയുന്നത്. KC വേണുഗോപാൽ സാറിനാവട്ടെ, രമേശ് ചെന്നിത്തല സാറിനാവട്ടെ, VD സതീശൻ സാറിനെ പോലെ തന്നെ യോഗ്യത ഉണ്ട്. അത് മൂന്നാൾക്കും യാതൊരു വ്യത്യാസം ഇല്ലാണ്ട് മൂന്നാൾക്ക് യോഗ്യത ഉണ്ട്. പക്ഷേ ഇതിന് കൂടുതലും എന്താ പറയാ, റിസ്ക് എടുത്ത് ആ പാർട്ടി UDF എന്ന് പറയുന്ന പാർട്ടി ജയിക്കാനായിട്ട് ഇത്രയും 102 ബൂത്തുകളില് UDF ആണ് ജയിച്ചിട്ടുള്ളത്. അഥവാ സീറ്റ് പിടിച്ചത് UDF ആണ്, MLA മാര്. അങ്ങനെ നോക്കുകയാണെങ്കിൽ VD സതീശൻ സാറ് കാരണമാണ് ഇങ്ങനെ കിട്ടിയത്. ഈ ബൂത്തുകൾ ഫുള്ള് 102 വോട്ടെങ്കിലും നമുക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, VD സതീശൻ സാറിന് മാത്രമല്ലായിരിക്കുമല്ലോ ഫാൻസ് ഉണ്ടാവുക, കുറെ ആൾക്കാർക്ക് ഉണ്ട്. അഥവാ ഇപ്പൊ ഈ പറഞ്ഞ മൂന്നാൾക്കും നല്ലപോലെ ഫാൻസ് ഉണ്ട്. അപ്പൊ VD സതീശൻ സാറിനെ പൊക്കി പറയുമ്പോ ബാക്കി രണ്ടാളെ പൊക്കി പറയാത്തതില് കമന്റ് ബോക്സിൽ അങ്ങനെ ഈ രണ്ടുപേരുടെ KC വേണുഗോപാലിന്റെ ആവട്ടെ, നമ്മുടെ രമേശ് ചെന്നിത്തല സാറിന്റെ ആവട്ടെ, ഈ രണ്ടുപേരുടെയും രണ്ട് സാറന്മാരുടെയും ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിലോ ശരിയാണെന്നോ, ഇത് 100% ശരിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ പാർട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പാർട്ടിയിലും ഉണ്ട് കുഴപ്പങ്ങൾ. ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടി നിന്നിരുന്നു, ഞങ്ങൾക്ക് വലിയ രീതിക്കൊന്നും കിട്ടിയില്ല. ഇപ്പം ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് വാക്കുതൂറ് പിടിക്കാൻ പോകാറില്ല, അത് വാക്കി പിടിച്ച് അങ്ങോട്ട് നടക്കാറില്ല. ഇതിപ്പം ഇഷ്ടമുള്ള പാർട്ടികളെ കുറിച്ചിട്ടാണ് അഭിപ്രായം. ഇനി LDF-നെ കുറിച്ച് പറയേണ്ടി LDF-നെ കുറിച്ച് പറയും, വീണ്ടും BJP-നെ കുറിച്ച് പറയേണ്ടി BJP-നെ കുറിച്ച് പറയും, UDF-നെ കുറിച്ച് വീണ്ടും പറയേണ്ടി UDF-നെ കുറിച്ച് പറഞ്ഞിരിക്കും. തെറ്റ് കണ്ടാ തെറ്റെന്ന് പറയണം, ശരി കണ്ടാ ശരി എന്ന് പറയണം. ഞങ്ങൾ ആ സമയത്ത് BJP-നെ കുറിച്ചാണ് പോയത്, അത് ഞങ്ങളെ മണ്ടത്തരായിട്ട് ഞങ്ങൾ ഇപ്പൊ കരുതുന്നു. അതിനിപ്പോ ആരെന്ത് പറഞ്ഞാലും അത് മണ്ടത്തരായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. അത് ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാഞ്ഞിട്ടോ ഒന്നും കിട്ടാഞ്ഞിട്ടല്ല. അത് BJP-ക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത മിക്കവരും പറഞ്ഞ് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, BJP ഇവിടെ ഒന്നിപ്പം ഈ അടുത്തായിട്ട് ഞങ്ങളുടെ അറിവിലോ പകുതി പേരും കുറ്റം പറയാനായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ വാഗ്ദാനങ്ങൾ ഇറക്കിയിട്ടുണ്ടായി. പകുതി വാഗ്ദാനങ്ങളിൽ 1, 2, 3 ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബാക്കി എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പൊ ന്യൂസ് പേപ്പർ അധികം വായിക്കാറില്ല. പിന്നെ ഞാൻ വാർത്തകൾ കേൾക്കാറുണ്ട്. നമ്മള് ഒരാൾക്ക് വാഗ്ദാനം, ഈ ജില്ല തൃശ്ശൂർ ജില്ലക്കാണ് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കുറെ സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂർ ജില്ലയില് ആ സ്ഥലങ്ങൾക്കൊക്കെ വാഗ്ദാനങ്ങള് പ്രത്യേകിച്ചും ഉള്ളതാണ്. അപ്പം ഈ വാഗ്ദാനം കൊടുക്കുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് വേണം വാഗ്ദാനങ്ങൾ കൊടുക്കാൻ. നേരിട്ട് സിനിമയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് വീണ്ടും സിനിമയിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് ചാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നടക്കണ കേസല്ലല്ലോ. ഇതിപ്പോ ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കണം. എന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റ് കണ്ടുകൊടുത്ത് തെറ്റെന്ന് തന്നെ പറയണം. ഇപ്പൊ ഞങ്ങൾക്ക് BJP-ന്ന് ഒന്നും കിട്ടിയില്ല ഉള്ള കാര്യം പറയാലോ, ഞങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കൊറേ, എന്റെ ബർത്ത്ഡേയുടെ അന്നാണ് ആദ്യത്തെ വീഡിയോ, ഒരു നീല ഡ്രസ് ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നീല പാന്റ്. കൊറേ പേര് കണ്ടിട്ടുണ്ടാവും. എന്റെ ബർത്ത്ഡേയുടെ അന്ന് 11ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേയുടെ അന്നാണ് ആ വീഡിയോ ഞങ്ങള് അപ്ലോഡ് ആക്കുന്നത്. ഞങ്ങളല്ല, വേറൊരു ചേട്ടനാണ്. പിന്നെ ആ ഒരു ടൈമിലൊന്നും എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിലും വീഡിയോ ഇടാറുണ്ട്. ആ സമയത്തിലും കൂടുതൽ വീഡിയോ ഇട്ടിരുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ തോന്നുന്നു. യൂട്യൂബിൽ ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ യൂട്യൂബിലും കുറച്ചും കൂടി, അത് കുഞ്ഞിലൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിരുന്നു, അതവിടെ നിൽക്കട്ടെ. അപ്പം ഒരു ചേട്ടനാണ് ക്യാമറാമാനായിട്ട് ഉണ്ടായിരുന്നത്. ആ ചേട്ടനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഞങ്ങൾ എത്രത്തോളം വീഡിയോ എടുത്തിട്ടുണ്ട്. വീടിന്റെ അവിടെ വന്നിട്ട് വേറെ സ്ഥലത്ത് BJP ജയിക്കുന്നതിന് മുമ്പ് ഒക്കെ ഞങ്ങള് പോയിട്ടുണ്ട്. തൃശ്ശൂര് പോയിട്ടുണ്ട്, ഓരോ ഓഫീസുകളിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു വീടിന്റെ കാര്യത്തിന് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അധികം ബുദ്ധി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ആ ബുദ്ധി ഉറച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തത് 100% തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കുടുംബ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാത്തത് കൊണ്ടല്ല ഞാൻ തെറ്റെന്ന് പറഞ്ഞത്. പകുതി പേര് ഇവർ കോട്ട് ചെയ്ത കാര്യങ്ങള് ആലോചിച്ചിട്ട് എല്ലാരും മിക്കവരും പറഞ്ഞത് എന്താന്ന് വെച്ചാൽ തെറ്റായി പോയി. കാരണം ഒരു കാര്യവും ചെയ്തില്ല. ഇനി വെച്ച് UDF ചെയ്യുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ല പറഞ്ഞത്, VD സതീശൻ സാറ് നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് പറഞ്ഞത്.
ഓരോരുത്തരും മിക്ക ആൾക്കാരും നെഞ്ചു വിരിച്ചു വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഇപ്പൊ തന്നെ BJPക്ക് വേണ്ടിയിട്ട് അഞ്ചാൾക്കാര് BJPക്ക് വേണ്ടിയിട്ട് ഓരോ ബൂത്തിലും ഇലക്ഷന് നിന്നു. ആ അഞ്ചാളും 8 16 നിലയിൽ പൊട്ടിയതാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത് വി ഡി സതീശൻ സാറിന്റെ പാർട്ടി അഥവാ നമ്മുടെ UDF, വി ഡി സതീശൻ സാറിന്റെ മാത്രമല്ല എല്ലാരെയും പാർട്ടിയാണല്ലോ, UDF ജയിക്കണം ചെറിയൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇനി LDFനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. പിണറായി വിജയ സാർ ഇത്രയും നാൾ ഭരിച്ചിരുന്നോണ്ട് പറയാണ്, വളരെ നല്ല രീതിക്കായിരുന്നു ഭരിച്ചിരുന്നത്, കളിയാക്കിയതല്ല. അവിടുന്ന് പോകുന്നത് എന്തായാലും നന്നായിട്ടോ. അത് നല്ലൊരു കാര്യമാണ് ചെയ്തത്. ജയിച്ചു കഴിഞ്ഞാല് തോറ്റു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അദ്ദേഹം ജയിച്ചു. അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹം ജയിച്ചു. 35 സീറ്റ് കണ്ട് അദ്ദേഹത്തിനും കിട്ടിയിട്ടാ. അദ്ദേഹത്തിന്റെ പാർട്ടിയും ജയിച്ചിട്ടുണ്ട്. BJP ജയിച്ചു. BJPക്ക് 3 സീറ്റ് കിട്ടി. കോൺഗ്രസും ജയിച്ചു, അഥവാ UDFും ജയിച്ചു. എത്ര സീറ്റ്? 102 സീറ്റ് കിട്ടി. എല്ലാരും ജയിച്ചിട്ടുണ്ട്. എനിക്കിപ്പം ഒരാളുടെ പേരെടുത്ത് പറയാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി പറഞ്ഞാൽ കൂടി പോകും. പിന്നെ